പട്ടിണി ജാഥ നയിച്ചതാര്? യാചനായാത്ര എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? സവർണ ജാഥ ഏതുമായി ബന്ധപ്പെട്ടതാണ്? PSC പരീക്ഷകളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചോദ്യങ്ങളാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരവും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒട്ടനവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ജാഥകളും ഉണ്ടായിട്ടുണ്ട്. ഈ ജാഥകൾ കേരള PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമാണ്. അത് പലപ്പോഴും ചോദ്യങ്ങളായി PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് പഠിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും PSC പരീക്ഷകളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു വിഷയമാണ്. വൈദ്യുതി സമരം ഇത് ഈ അടുത്ത കാലത്തായി പലതവണ ചോദിക്കുന്നു. ഇത് നമ്മൾ വൈദ്യുതി സമരവും കയ്യൂർ സമരവും കേരളത്തിലുണ്ടായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരം അതുപോലെയുള്ള പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ജാഥകൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ രഘുനന്ദൻ MV വിൻഡോസ് 2 പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ PSC ഹബ് എന്നുള്ള ഒരു ആപ്പിൻ്റെയും നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ PSC വിഭവങ്ങൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ജാഥകൾ പറയുമ്പോൾ യാചനായാത്ര 1931 ആരാണ് നയിച്ചത്? VT ഭട്ടതിരിപ്പാടാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ജാഥകളെ ഓർക്കുമ്പോൾ ജാഥ നയിച്ചതാര്, എവിടെ നിന്ന് എവിടെ മുതൽ എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. യാചനായാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു. യാചനായാത്ര നിങ്ങൾക്കറിയാം VT ഭട്ടതിരിപ്പാടാണ് നയിക്കുന്നത്. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണത്തിന് വേണ്ടി ഉറച്ചു നിന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കണ്ണീരും കിനാവും. അതുപോലെ അദ്ദേഹത്തിൻ്റെ നാടകം വളരെ പ്രശസ്തമാണത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകവും. ഇപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട ഈ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര അദ്ദേഹം നടത്തുന്നത് ദരിദ്രരായ ബ്രാഹ്മണ ബാലന്മാരുടെ അല്ലെങ്കിൽ ബാലികമാരുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഓർത്തിരിക്കുക. സാമൂഹിക പരിഷ്കരണ ജാഥ 1968 അദ്ദേഹം നടത്തിയ മറ്റൊരു ജാഥയാണ് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു. അതും VT ഭട്ടതിരിപ്പാടായിരുന്നു. AKGയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ജാഥയാണ് പട്ടിണി ജാഥ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടന്ന് പോയ ഒരു ജാഥയാണ്. കേരളത്തിലെ ദരിദ്രരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മദ്രാസ് ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ജാഥയാണ്. അന്ന് മദ്രാസിന്റെ ഭാഗമാണ് മലബാർ. ഇപ്പൊ പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് 1936 യാചനയാത്ര 1931 എന്നോർക്കുക. AKG ആണ് നയിച്ചത്. AKG നയിച്ച മറ്റ് 3 ജാഥകളാണ് ക്ഷേത്രജാഥയും മലബാർ ജാഥയും കർഷക ജാഥയും. ക്ഷേത്രജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെയാണ്. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ്. കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. അപ്പോൾ ഓർക്കുക, ക്ഷേത്രജാഥ AKG ആണ്. അത് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കാണ്. ഓർത്തിരിക്കാം. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിലെ ഒരു പ്രധാന സമരഭടൻ കൂടിയായിരുന്നു ആര്? AKG. മലബാർ ജാഥ കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്കാണ്. മലബാർ തിരുവിതാംകൂറൊക്കെ അന്ന് വ്യത്യസ്ത പ്രദേശങ്ങളാണ്. മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് നടത്തിയ ജാഥയാണ് മലബാർ ജാഥ. കർഷക ജാഥ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയാണ്. വടക്ക് കിഴക്കുന്ന ജില്ലയായ കാസർഗോഡ് മുതൽ തെക്കുള്ള തിരുവനന്തപുരത്തേക്ക് വരെ നടത്തിയ ജാഥയാണ് കർഷക ജാഥ എന്ന് പറയുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 100 വർഷം തികഞ്ഞു 2024. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. ആ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം 100 വർഷം തികഞ്ഞത് 2024 2025 അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ വന്നേക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. മന്നത്ത് പത്മനാഭനാണ് ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ചോദിക്കാറുണ്ട്. മന്നത്ത് പത്മനാഭൻ നടത്തിയ മറ്റൊരു ജാഥയാണ് ജീവശിഖ ജാഥ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അതും മന്നത്ത് പത്മനാഭനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരാറ് രാജധാനി ജാഥ. ഇപ്പോൾ
പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് തരുന്ന ഒരു ചോദ്യം. രാജധാനി ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് അക്കമ്മ ചെറിയാനാണ്. രാജധാനി ജാഥ എന്ന് പറയുന്നത് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നടത്തിയ ജാഥയാണ്. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായി ഒട്ടനവധി സമര നേതാക്കന്മാർ അറസ്റ്റിലായപ്പോൾ യുവതികൾ രംഗത്തിറങ്ങേണ്ടി വരികയാണ്. അങ്ങനെ അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ ജാഥയാണ് രാജധാനി ജാഥ എന്ന് പറയുന്നത്. തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ്. അത് അക്കമ്മ ചെറിയാനാണ് നടത്തിയത്. അക്കമ്മ ചെറിയാൻ നിങ്ങൾക്കറിയാമല്ലോ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നുകൂടി അറിയപ്പെടുന്ന ആളാണ് അക്കമ്മ ചെറിയാൻ. മറ്റൊന്ന് കർഷക ജാഥയാണ്. അത് പാലക്കാട് മുതൽ സബർമതി വരെയാണ്. ആനന്ദ തീർത്ഥനാണ്. മറ്റൊരു കർഷക ജാഥ നിങ്ങൾക്കറിയാം, AKG. അത് എവിടെ നിന്നാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. യുദ്ധവിരുദ്ധ ജാഥ. യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാൻ നടത്തിയതാണ്. ഒന്നാം ലോക മഹായുദ്ധം വേണ്ടേ വേണ്ട, യുദ്ധം സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് ആ ജാഥ നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ജാഥയാണ് ഉപ്പു സത്യാഗ്രഹ ജാഥ. നിങ്ങൾക്കറിയാം, ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ 2 സ്ഥലങ്ങളിലാണ് നടന്നത്. കോഴിക്കോട് ബേപ്പൂരും കണ്ണൂർ പയ്യന്നൂരും. അതിൽ പയ്യന്നൂർക്ക് പാലക്കാട് നിന്ന് TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് ഉപ്പു സത്യാഗ്രഹ ജാഥ. ഇനി പട്ടിണി ജാഥയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. പട്ടിണി ജാഥ എന്ന് പറഞ്ഞാൽ മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ 1936 ജൂലൈ മാസത്തിൽ നടന്ന സമരമാണ് പട്ടിണി ജാഥ എന്ന് പറയുന്നത്. 1936 അത് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മദ്രാസിലാണ് അവസാനിക്കുന്നത്. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ് കണ്ണൂർ ഉൾപ്പെടുന്ന മലബാർ. ഇതിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. 32 വോളണ്ടിയർമാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. അവർ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 750 മൈൽ ദൂരം കാൽനടയായി സഞ്ചരിക്കുകയാണുണ്ടായത്. 750 മൈൽ ദൂരമാണ് അവർ കാൽനടയായിട്ട് സഞ്ചരിച്ചത്. 750, 32 വോളണ്ടിയർമാർ. പട്ടിണി ജാഥയെ തുടർന്ന് ഓരോ വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് AK ഗോപാലനും ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരും. ഓർത്തിരിക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉണ്ടാകും. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 ഫെബ്രുവരി 23-നാണ്. 1938 ഫെബ്രുവരി 23-നാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 1938 കേട്ടോ. നമുക്കറിയാം, 5ാമത്തെ കോൺഗ്രസ് സമ്മേളനം മഞ്ചേരിയിൽ വെച്ചിട്ടാണ് മലബാർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അത് 1920-ലാണ് അല്ലേ? 16 മുതൽ 20 വരെ, 16, 17, 18, 19, 20. പക്ഷേ അന്നൊന്നും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇല്ല. 1938-ലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ഇത് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. ആരാണ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്? പട്ടം താണുപിള്ള. രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പക്ഷേ CV കുഞ്ഞിരാമനാണ്. രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയും അതിൻ്റെ അധ്യക്ഷൻ ആരുമാണ്? CV കുഞ്ഞിരാമനുമാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് 1938 ഫെബ്രുവരി 25-നാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റും പട്ടം താണുപിള്ളയാണ്. രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതും പട്ടം താണുപിള്ള, അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും പട്ടം താണുപിള്ള. പക്ഷേ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് CV കുഞ്ഞിരാമനാണ്. ആദ്യ സെക്രട്ടറിമാർ PS നടരാജപിള്ളയും KT തോമസും ആയിരുന്നു. ആദ്യ ട്രഷറർ MR മാധവ വാര്യർ ആയിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് പ്രാധാന്യമുണ്ട്. ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം ആര്? നിങ്ങൾക്കറിയാലോ, തിരുവിതാംകൂറിൽ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പിന്നീട് ഈഴവ മെമ്മോറിയൽ നടക്കുന്നുണ്ട്. ആ ഈഴവ മെമ്മോറിയലിൽ ഈഴവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികൾ, അർഹമായ ജോലികൾ അവർക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. മലയാളി മെമ്മോറിയൽ മുഴുവൻ മലയാളികൾക്ക്, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്. അപ്പം ഇങ്ങനെ ജാതി തിരിച്ചും മതപരമായും അവർ ഒരുപാട് അവജ്ഞയിൽ കിടക്കുന്ന ആളുകൾ പ്രക്ഷോഭം നടത്തിയ സ്ഥലം കൂടിയാണ് തിരുവിതാംകൂർ. നിങ്ങൾക്കറിയാം, നിവർത്തന പ്രക്ഷോഭം ഇതുപോലെ
ക്രിസ്ത്യൻ ഈഴവ ആ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ അവജ്ഞയിൽ കടക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടണം എന്നുകൂടി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, അന്ന് തിരുവിതാംകൂറിൽ ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടന്നതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണമായിരുന്നു. ആദ്യ വാർഷിക സമ്മേളനം നടക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കമ്മ ചെറിയാനാണ്. നമ്മുടെ രാജധാനി ജാഥ നടത്തിയ, അതായത് കവടിയാർ കൊട്ടാരത്തിലേക്ക് രാജധാനി ജാഥ നടത്തിയ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്നത് 1938 ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. തൃശ്ശൂരാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നതും 1936 പട്ടിണി ജാഥ നടന്ന 1936 തന്നെയാണ് വൈദ്യുത പ്രക്ഷോഭവും നടക്കുന്നത്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ ആദ്യ സമരമാണ് വൈദ്യുത പ്രക്ഷോഭം. വൈദ്യുത പ്രക്ഷോഭം 1936 തൃശ്ശൂരാണെന്ന് ഓർക്കുക. വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ AR മേനോനും ഇക്കണ്ട വാര്യരും ഇയുണ്ണി എന്നിവരുമായിരുന്നു. AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി ഇവരാണ് വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണിത്. തൃശ്ശൂരിൽ വൈദ്യുത വിതരണം അത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുകയാണ്. അന്ന് അവിടുത്തെ ദിവാനായിരുന്ന, കൊച്ചിയിലെ ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി. ആ ഷൺമുഖം ചെട്ടിക്ക് ആ അനുവാദം നൽകിയതിനെതിരായി നടത്തിയ പ്രക്ഷോഭമാണ്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ കമ്പനി ചോദിക്കാറുണ്ട്, ചാന്ദ്രി കമ്പനിയാണ്. പിന്നീട് ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓർക്കുക തൃശ്ശൂർ കോർപ്പറേഷൻ. അപ്പം ചാന്ദ്രിയെ ഓർക്കുക. അന്ന് അവർക്ക് ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിക്കെതിരെ നടത്തിയതാണ്. വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിലാണ്. കൊല്ലം 1936 മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സമരങ്ങൾ ജന്മിത്തത്തിനെതിരെ നടന്ന സമരമാണ്. ജന്മിത്തത്തിനെതിരെ നടന്ന സമരമാണ് കയ്യൂർ സമരം. ഓരോ സമരത്തിൻ്റെയും ഉദ്ദേശം നമ്മൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കണം. യാചനായാത്ര ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള, ബ്രാഹ്മണരായ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ധനം സ്വരൂപിക്കുന്നതിനാണെങ്കിൽ, പട്ടിണി ജാഥ മലബാറിലെ സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങൾ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ, സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുവഴികളിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്നതുപോലെ ഓരോ സമരത്തിൻ്റെയും ഉദ്ദേശം എന്താണെന്ന് കൂടി ഓർത്തിരിക്കണം. അതിൽ കയ്യൂരിലെ സമരം ജന്മിത്തത്തിനെതിരെ നടന്ന സമരമാണ്. 1943 മാർച്ച് 29 കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റുകയുണ്ടായി. 1943 മാർച്ച് 29 മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പൊള്ളിക്കൽ അബൂബക്കർ. അപ്പോൾ മഠത്തിൽ അപ്പുണ്ട്, കുഞ്ഞമ്പു നായരുണ്ട്, ചിരുകണ്ഠനുണ്ട്, അബൂബക്കർ. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ്. സമരം നടന്ന നദീതീരം കരിയങ്കോട് നദിക്കരയായിരുന്നു. കാസർഗോഡാണ് കയ്യൂര്, അവിടെ കരിയങ്കോട് നദിക്കരയായിരുന്നു. സമരത്തെ നിന്നുള്ള ആക്രമണത്തെ ഭയത്ത് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബ്ബരായർ ആയിരുന്നു. സുബ്ബരായരാണ് പുഴയിൽ ചാടി മരിച്ചത്. സമരത്തെ തുടർന്നുള്ള സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നാണ്. ഇപ്പോൾ കയ്യൂർ സമരത്തെ ആധാരമാക്കിയിട്ടുള്ള കൃതികളും സിനിമകളും നിങ്ങളൊന്ന് പറയൂ. ഏതൊക്കെയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ള കൃതികളും സിനിമകളും എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. മീനമാസത്തിലെ സൂര്യൻ വേറൊന്നോ ആണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. AK ഗോപാലന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? AK ഗോപാലന്റെ നേതൃത്വത്തിലുള്ള പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരാണ്? ചോദ്യങ്ങളുടെ ശൈലി മനസ്സിലാകുന്നുണ്ടല്ലോ. AK ഗോപാലൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? അക്കമ്മ ചെറിയാനാണ്.
1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? അത് തൃശ്ശൂരാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞന്തുമ്മ നായർ, ചിരുകണ്ഠൻ, KCS മണി. KCS മണി നിങ്ങൾക്കറിയാം, ഇതിൽപ്പെട്ടതല്ല. കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനുമാണ് ശരി. അതുകൊണ്ട് 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം. കയ്യൂർ സമരം നടന്ന വർഷം 1943 കയ്യൂർ സമരം നടക്കുന്നത്. കീഴരിയൂർ ബോംബ് കേസ് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് എന്താണ്? കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ആ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആര്? ഡോക്ടർ KB മേനോൻ. ഇപ്പം കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് അവിടെ റെയിൽവേയിലൊക്കെ ബോംബ് വെച്ച ഒരു കേസാണ്. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ തന്നെയാണ് അടുത്ത ക്ലാസ്സിലും. അത് കഴിഞ്ഞാൽ നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. അത് കഴിഞ്ഞ് 1956 മുതൽ ഇതുവരെയുള്ള കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ കൂടി പഠിച്ചാൽ ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളായി വീണ്ടും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതുകൂടി കവർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.